വെൽക്കം ടു സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവന്റ്. സ്മാക്ഡൗണിലെ ആദ്യം കാണിച്ചത് ജെ യൂസയ്ക്ക് ഒരു അപകടം പറ്റിയതായിരുന്നു. അത് ചെയ്തത് ഡ്രൂ മാർക്കൻഡയർ ആണോ എന്ന സംശയമുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ഡ്രൂ റിങ്ങിലേക്ക് വന്നു. ഡ്രൂ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കോഡി റോഡ്സ് റിങ്ങിലേക്ക് വന്നു. പിന്നെ റാൻഡിയും സ്റ്റേജിലേക്ക് വന്നു. റാൻഡി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ട്രിക് വില്യംസ് വന്നു. പിന്നെ ജീവോൺ ഇവാൻസ് വന്നു. കൂടെ എൽ.എ. നൈറ്റ്സും. എലിമിനേഷൻ ചാമ്പറിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നടന്നത് അടിയാണ്. എൽ.എ. നൈറ്റ്സ് ട്രിക് വില്യംസിനെ അടിച്ചു. റാൻഡി ഓർട്ടൻ ജീവോൺ ഇവാൻസിന് ആർകെയോ കൊടുത്തു. അടുത്ത് നടന്ന മാച്ചായിരുന്നു സോളോ സിക്കോവ വേഴ്സസ് അങ്കിൾ ഹോഡി. ആ മാച്ചിൽ അങ്കിൾ ഹോഡി വിജയിച്ചു. പിന്നെ നടന്ന മാച്ചായിരുന്നു ടിഫനി സ്ട്രാറ്റൺ വേഴ്സസ് ഓസ്ക. ആ മാച്ചിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആൻഡ് കമൻട്രി പറയാനായി ചെൽസി ഗ്രീൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ മാച്ച് നടന്നത് ടിഫനി സ്ട്രാറ്റൺ വേഴ്സസ് കൈറയായിരുന്നു. ആ മാച്ചിൽ ടിഫനി വിജയിച്ചു. അടുത്ത് നടന്ന മാച്ചായിരുന്നു മിസ് വേഴ്സസ് ഒബാഫെമി. ആ മാച്ചിൽ ഒബാഫെമി വിജയിച്ചു. അടുത്ത് നടന്ന മാച്ചായിരുന്നു കാർമലോ ഹെയ്സ് വേഴ്സസ് മാറ്റ് കാർഡോണ ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ്. ആ മാച്ചിൽ കാർമലോ ഹെയ്സ് വിജയിച്ചു. സ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായി. പിന്നെ നടന്ന മാച്ചായിരുന്നു കാൻഡിസ് ലേറ വേഴ്സസ് ജോർഡിയൻ ഗ്രേസ്. ആ മാച്ചിൽ ജോർഡിയൻ ഗ്രേസ് വിജയിച്ചു. അടുത്ത് നടന്ന മാച്ചായിരുന്നു വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്. റിയ റിപ്ലി ആൻഡ് ഇയോ സ്കൈ വേഴ്സസ് ലാസ്റ്റ് ലെജൻഡ് ആൻഡ് നയ ജാക്സ്. വാശിയേറിയ മത്സരമായിരുന്നു. പക്ഷേ ആ മാച്ചിൽ ലാസ്റ്റ് ലെജൻഡും നയ ജാക്സും ജയിച്ച് പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസായി. ലാസ്റ്റ് നടന്ന മാച്ചായിരുന്നു മെൻസ് ക്വാളിഫൈ മാച്ച് ലോക്കൻ പോൾ വേഴ്സസ് ജേക്കബ് ഫാറ്റു. വളരെ വാശിയേറിയ മത്സരമായിരുന്നു. എപ്പോഴത്തെയും പോലെ മാസ്ക് മാൻ വന്നു. പക്ഷേ അത് ഒറിജിനൽ മാസ്ക് മാനാണോ എന്ന് അറിയില്ല. ലോക്കൻ പോളിനെ സഹായിക്കാനായി ഡ്രൂ മാർക്കൻഡയർ വന്നു. ടൈറ്റിൽ കൊണ്ട് ഫാറ്റുവിൻ്റെ തലക്കടിച്ചു. ആ മാച്ചിൽ ലോക്കൻ പോൾ ജയിച്ചു. എലിമിനേഷൻ ചാമ്പറിലേക്ക് ക്വാളിഫൈഡായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട്